നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് ട്ടോ പറയുന്നത്. ഡിസംബർ 2 കറണ്ട് അഫയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ PDF ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിലുണ്ട് കേട്ടോ. ലക്ഷ്യ കേരള എന്നാണ് ടെലിഗ്രാം ചാനലിന്റെ പേര്. അപ്പോൾ PDF കാണാനായിട്ട് എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡിസംബർ 2, 2025 കറണ്ട് അഫയേഴ്സ് ആണ്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ 2 ആണ്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2 ആണ്. 2025 ഡിസംബറിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകൻ ഹരേന്ദ്ര സിംഗ്. 2025 ഡിസംബറിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകൻ ഹരേന്ദ്ര സിംഗ് പയ്യന്നൂർ സത്കലാപീഠത്തിന്റെ സത്കലാരത്ന പുരസ്കാരത്തിന് അർഹതയായത് കവിത കൃഷ്ണമൂർത്തി. പാൻ മസാലയ്ക്ക് ആരോഗ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്താനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ഉഷ ജാനകി രാമൻ. റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ഉഷ ജാനകി രാമൻ. യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷ ഒരുക്കാനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് ഒരുക്കാനുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഇന്ത്യ. യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷ ഒരുക്കാനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് ഒരുക്കാനുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് സോട്ടോ. 2025 ഡിസംബറിൽ 54ാമത് ദേശീയ ദിനം ആഘോഷിച്ച രാജ്യം ഏതാണ്? UAE. അപ്പൊ 2025 ഡിസംബറിൽ, അതിപ്പോ എന്തായാലും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഡിസംബറിൽ കഴിഞ്ഞിരിക്കുന്നതാണല്ലോ. 54ാമത് ദേശീയ ദിനം ആഘോഷിച്ച രാജ്യം UAE. LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രാമകൃഷ്ണ ചന്ദർ. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ പോസിറ്റീവ് പദവി ലഭിച്ച വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ഡൽഹി. ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി. ആദ്യഘട്ടത്തിൽ കരാറിലെത്തിയ ടെലികോം കമ്പനിയാണ് റിലയൻസ് ജിയോ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. ഇന്ത്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം നിലവിൽ വരുന്നത് ബംഗളൂരു ആണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയമാണ് സേവാതീർത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയം സേവാതീർത്ത്. ഇന്ത്യ 2025-29 കാലയളവിലേക്ക്, അതായത് 4 വർഷ കാലയളവിലേക്ക് ഏത് അന്താരാഷ്ട്ര സമിതിയിലേക്കാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? അത് ഇന്ത്യ 2025-29 കാലയളവിലേക്ക് ഏത് അന്താരാഷ്ട്ര സമിതിയിലേക്കാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? യുനെസ്കോ എക്സിക്യൂട്ടീവ് ബോർഡ്. 15ാമത് അന്താരാഷ്ട്ര സാൻഡാർട്ട് കണ്ടോ? നമുക്ക് പിക്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. സാൻഡാർട്ട് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? ചന്ദ്രഭാഗ ബീച്ച്, ഒഡീഷ. 15ാമത് അന്താരാഷ്ട്ര സാൻഡാർട്ട് ഫെസ്റ്റിവലിന്റെ വേദി ചന്ദ്രഭാഗ ബീച്ച്, ഒഡീഷ. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയാണ് ബി സരസ്വതി. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയാണ് ബി സരസ്വതി. ഇത്രയുമൊക്കെയാണ് നമുക്ക് ഡിസംബർ 2 വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യയിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പം ഇതിന്റെ PDF ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. അപ്പം എല്ലാവരും ഇത് വായിക്കുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് തുടർന്ന് നല്ല നല്ല വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.